ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ ഞാൻ വളരെയധികം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റിലെ പ്രോഫിറ്റ് ദുബായില്. സോ ഇത് ഇവർ പറയുന്ന അത്രയും പ്രോഫിറ്റബിൾ ആണോ ദുബായിലെ റിയൽ എസ്റ്റേറ്റ്? ഇതൊക്കെ നമ്മൾ പറയുന്ന ഒരു എൻട്രി എക്സിറ്റ് ടൈം ഉണ്ടാവും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് അത് ഏത് സ്ഥലത്താണെങ്കിലും ഒരു എൻട്രി എക്സിറ്റ് ടൈമിങ്ങിന് ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ പോസ്റ്റ് കോവിഡ് ദുബായ് നോക്കിയാൽ ഭയങ്കരമായിട്ട് ബൂമിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 15,000+ പ്രോപ്പർട്ടീസ് ആണ് ഒരു മാസം ദുബായിൽ മാത്രം വിൽക്കുന്നത്. പക്ഷെ ഇതൊക്കെ വിൽപ്പന നടക്കുന്നത് ജസ്റ്റ് പണ്ട് നമ്മൾ സോ കോൾഡ് ബബിൾ എന്ന് പറയും. ദുബായ് റിയൽ എസ്റ്റേറ്റ് ഒരു ബബിളാണ്, ഏത് സമയത്തും എന്ത് സംഭവിക്കുന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. സ്ട്രോങ് ഫൗണ്ടേഷൻസ് ഗവൺമെന്റ് ഇട്ടിട്ടുണ്ട്. ആ സ്ട്രോങ് ഫൗണ്ടേഷന്റെ മേളിലാണ് ഇന്ന് ദുബായിലെ എല്ലാ സെക്ടറും വളരുന്നതും മുന്നോട്ട് പോകുന്നതും. എല്ലാ റൂൾസ് ബിസിനസ് ഫ്രണ്ട്ലി റൂൾസ് ആയി. ആർക്ക് വേണമെങ്കിലും വന്ന് ബിസിനസ് വളരെ പെട്ടെന്നുള്ള ആ ഒരു ടൈമിൽ തുടങ്ങാൻ പറ്റും. ലോങ് ടേം റെസിഡൻസി പ്രോഗ്രാംസ്, ഗോൾഡൻ വിസ അടക്കം ഇംപ്ലിമെന്റ് ചെയ്തു. ഇൻകം ടാക്സ് ഇല്ല. ഒരു മില്യനർ മൈഗ്രേഷൻ അതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മില്യനേഴ്സ് ഇപ്പൊ ഇങ്ങോട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഫ്രീ ഹോൾഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം. അതൊരു വൺ ഓഫ് ദ മെയിൻ ഒരു ഡിസിഷനാണ്. ഒരാൾക്ക് ഇപ്പൊ നാട്ടിലുള്ള പോലെ നമ്മുടെ ജനറേഷൻസ് ടു ജനറേഷൻസ് കൈമാറുന്ന രീതിയിൽ ഫ്രീ ഹോൾഡ് ആയിട്ട് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം. അപ്പൊ ഇതെല്ലാം വന്നപ്പോൾ ഇതെല്ലാം റിയൽ എസ്റ്റേറ്റിന് ഒരു നല്ല ഫൗണ്ടേഷൻസ് ഉണ്ട്. ഡിമാൻഡ് ഭയങ്കരമായിട്ട് ഡിമാൻഡ് കൂടി സപ്ലൈ ആ തരത്തിലേക്ക് വന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ സപ്ലൈയും കൂടി വരുന്നുണ്ട്. പക്ഷെ മൈഗ്രേഷനും പോപ്പുലേഷൻ ഇൻക്രീസും കാരണം ആ സപ്ലൈ നമുക്ക് മീറ്റ് ചെയ്യാൻ ഇപ്പോഴും ആയിട്ടില്ല. അനദർ ഒരു 10 years ഇപ്പോൾ 40 lakhs ക്രോസ് ചെയ്ത് പോപ്പുലേഷൻ ദുബായിലെ. അപ്പൊ ഇനിയും അനദർ ഒരു 20 lakhs പോപ്പുലേഷൻ ഈ അനദർ 10-15 yearsൽ വീണ്ടും വരുമെന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം വന്നുകൊണ്ട് പ്രോപ്പർട്ടി പ്രൈസസ് ഭയങ്കരമായിട്ട് കൂടി, റെന്റൽ റിട്ടേൺസ് ഭയങ്കരമായിട്ട് കൂടി. അപ്രീസിയേഷൻ വൈസ് ആയിക്കോട്ടെ, റെന്റൽ റിട്ടേൺസ് വൈസ് ആയിക്കോട്ടെ, നല്ല രീതിയിൽ ദുബായിൽ ഏൺ ചെയ്യുന്നുണ്ട് ആളുകൾ.